കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലാഭക്കൊതിക്ക് കുടപിടിക്കുന്ന സർക്കാരിന്റെ യഥാർത്ഥ മുഖം കണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നാടിന്റെ താൽപര്യം കണക്കിലെടുക്കപ്പെടുന്നില്ല. നിയമസഭാ നടപടിക്രമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തുകയാണ്. പുതിയ ബജറ്റിന്റെ ഷെഡ്യൂളിൽ ധനകാര്യ ബില്ല് ഉണ്ടായിരുന്നില്ല. മദ്യത്തിന്റെ നികുതി ഘടനയിലെ മാറ്റം തുടക്കത്തിൽ ആലോചനയിലില്ലായിരുന്നു എന്നതിന് തെളിവാണ്. മദ്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാനാണ് രണ്ടാം ഘട്ടത്തിൽ ധനകാര്യ ബില്ല് തിരികെ കയറ്റിയത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിരന്തരം സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പിണറായി വിജയൻ വിമർശിച്ചു. ക്രമവിരുദ്ധമായി ധനബില്ല് ധൃതി പിടിച്ച് പാസാക്കാൻ സർക്കാർ ശ്രമിച്ചതിനു പിന്നിൽ നിക്ഷിപ്ത താൽപര്യമാണ്. ഒരു തരത്തിൽ ഒളിച്ചുകടത്തലാണ് മുഖ്യമന്ത്രി ചെയ്തത്. മദ്യ കമ്പനികളെ സഹായിക്കലായിരുന്നു ഗൂഢലക്ഷ്യം. പുതിയ നികുതി നിർദ്ദേശത്തിന് സബ്ജക്ട് കമ്മിറ്റി പരിശോധന വേണമായിരുന്നു. അതിന് സമയമോ സാവകാശമോ നൽകിയില്ല. അനാവശ്യ ധൃതിയും വാശിയും ധനബില്ല് പാസാക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഏത് മാർഗവും ഉപയോഗിച്ച് മദ്യ കമ്പനികൾക്ക് നികുതി ഇളവ് നൽകണമെന്ന വാശിയിലായിരുന്നു മുഖ്യമന്ത്രി. UDF ആണ് അവസാന വാക്കെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതേസമയം എല്ലാം UDF തീരുമാനിക്കുമെന്ന വാക്ക് മുഖ്യമന്ത്രി പ്രഹസനമാക്കി. മുഖ്യമന്ത്രിയൊഴികെ മറ്റാരും മദ്യത്തിന്റെ നികുതി ഇളവ് തീരുമാനം അറിഞ്ഞില്ല. മതസാമുദായിക നേതൃത്വത്തിൽ നിന്ന് ഉയർന്ന എതിർപ്പും മുഖ്യമന്ത്രി കണക്കിലെടുക്കുന്നില്ലെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. അസ്വസ്ഥനായി സംസാരിക്കുന്ന മുഖ്യമന്ത്രിയെയാണ് സഭയിൽ കണ്ടത്. അദ്ദേഹം പറയുന്നതെല്ലാം വിദണ്ഡവാദങ്ങളാണ്. ബെവ്കോ വിൽക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ നികുതി ഇളവിന് എന്തിനായിരുന്നു ഇത്ര തിടുക്കം? കോൾഡ് സ്റ്റോറേജിൽ വെക്കാനുള്ളതാണോ നിയമനിർമ്മാണമെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. മദ്യ കമ്പനികൾ ഇനി കോടതിയെ സമീപിച്ച് മദ്യവിൽപ്പനയ്ക്ക് അനുകൂല ഉത്തരവ് നേടുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. പ്രതിപക്ഷം വിഷയങ്ങളെ പെരുപ്പിക്കുകയാണെന്നും പ്രതിപക്ഷത്തോടൊപ്പം വേറെ ചിലരും കൂടിയെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത് മറ്റാരുമല്ല, VM സുധീരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും UDF ഘടകകക്ഷി നേതാക്കളും സമുദായ നേതൃത്വങ്ങളുമാണെന്നും അവരെയാണോ VD സതീശൻ ഉദ്ദേശിച്ചതെന്നും പിണറായി വിജയൻ ചോദിച്ചു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ കേരള താൽപര്യത്തിന് അനുകൂലമായവ പിന്തുണയ്ക്കുകയും അല്ലാത്തവ എതിർക്കുകയും ചെയ്യുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ആരോഗ്യ മേഖലയിൽ മികച്ച കരിയർ സ്വപ്നം കാണുന്നവർക്ക് സുവർണാവസരം. വടക്കാഞ്ചേരിയിലെ പ്രശസ്ത എല്ലുരോഗ വിദഗ്ധനായ ഡോക്ടർ പ്രേംകുമാർ വിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാക്സ് കെയർ ഹോസ്പിറ്റൽ പുതുതലമുറയ്ക്ക് മികച്ച ജോലി സാധ്യതകൾ ഒരുക്കുന്ന BSS അംഗീകൃത ഡിപ്ലോമ കോഴ്സുകളായ ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ് എന്നീ പാരാമെഡിക്കൽ കോഴ്സുകളുടെ 2026-28 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കാനുള്ള അവസരം. കോൺടാക്ട് 0488423231 9188401013. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.